ഇപ്പോൾ നെക്സ്റ്റ് 27 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 27ലേക്ക് പോകാം. വീണ്ടും ലിമിറ്റ്സ് ഡിഫറൻഷ്യബിൾ എന്ന ഈ ഒരു ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആണ്. അത് ഏതുമായിട്ട് കണക്ട് ചെയ്യണം? ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ടൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ലെറ്റ് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. റൂട്ട് ഓഫ് ലിമിറ്റ് 2r² into f of r whole square minus fx into fr divided by r² minus x² minus r cube into f of r by r be differentiable in minus infinity to 0 union 0 to infinity എന്ന് പറഞ്ഞാൽ differentiable on r ആണ് പറയുന്നത് അല്ലേ? And f of 1 equal to 1, then the value of e into a യുടെ വാല്യൂ, ദാറ്റ് മീൻസ് a into e യുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സച്ച് ദാറ്റ് f of a equal to 0. ഇതിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഞാനിവിടെ റാഡിക്കൽ സൈന് വന്നതുകൊണ്ട് ഇതിന് ചെറിയൊരു അറേഞ്ച്മെന്റ് നടത്തുന്നത് സ്ക്വയർ ചെയ്യുന്നു. എന്താ സ്ക്വയർ ചെയ്താൽ കിട്ടുക? എഫ് സ്ക്വയർ ഓഫ് എക്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഒഴിവായി ലിമിറ്റ് ആർ ടെൻസ് ടു നോക്കണേ, ലിമിറ്റ് ആർ ടെൻസ് ടു എക്സ് 2r². ഇനി നോക്കിക്കോ, എഫ് ഓഫ് ആർ സ്ക്വയർ മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ആർ, രണ്ടിലും എഫ് ഓഫ് ആർ കോമൺ. അങ്ങനെ എഫ് ഓഫ് ആർ കോമൺ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വരുന്നത് എഫ് ഓഫ് ആർ മൈനസ് എഫ് ഓഫ് എക്സ് ആണ് വന്നിരിക്കുന്നത്. ഡിനോമിനേറ്ററിൽ r² മൈനസ് x² ഉണ്ട്. അത് r മൈനസ് എക്സ് ഇൻറ്റു ആർ പ്ലസ് എക്സ് ആണ്. ആർ പ്ലസ് എക്സ് ഇതിന് ഞാൻ കൊടുത്തിരിക്കുന്നു. ഇനി എന്തുണ്ട്? ആർ മൈനസ് എക്സ് ഉണ്ട്, അത് ഇതിനു അപ്ലൈ ചെയ്യുന്നു. മൈനസ് ഇനി എന്തുണ്ട്? ആർ ക്യൂബ് ഉണ്ട്, ഇ റൈസ് ടു എഫ് ഓഫ് ആർ ബൈ ആർ. ലിമിറ്റ് ഡയറക്റ്റ് കൊടുത്തോ. ഡയറക്റ്റ് ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 2r² എന്തായിട്ട് മാറും? 2x². എഫ് ഓഫ് ആർ എന്തായിട്ട് മാറും? എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എക്സ് എന്ന് പറയുമ്പം എക്സ് പ്ലസ് എക്സ് 2x എന്ന് കിട്ടും. പിന്നെയോ ലിമിറ്റ് ആർ ടെൻസ് ടു എക്സ് എഫ് ഓഫ് ആർ മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ആർ മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരാണ്? എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. മൈനസ് ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ഇൻറ്റു ഇ റൈസ് ടു എഫ് ഓഫ് എക്സ് ബൈ എക്സ് എന്ന് എഴുതാം. എന്തെഴുതാ? എഫ് ഓഫ് എക്സ് ബൈ എക്സ് എന്ന് എഴുതാം. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണല്ലോ. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലെ എഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാ? y² എന്ന് എഴുതാ. പിന്നെയോ ഇവിടെ 2 കട്ടായി, x² കട്ടായി, ഒരു എക്സും എഫ് ഓഫ് എക്സും കിട്ടും. അപ്പൊ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ y ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ dy ബൈ dx മൈനസ് എക്സ് ക്യൂബ് ഇൻറ്റു ഇ റൈസ് ടു എന്ത് കിട്ടും? y ബൈ എക്സ് കിട്ടും. ഇതല്ലേ കിട്ടാ അല്ലേ? അതായത് എല്ലാത്തിനെയും എക്സ് ബൈ വൈ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ലെഫ്റ്റ് സൈഡ് കിട്ടുക y ബൈ എക്സ് എന്ന് കിട്ടി. ഇനിയോ dy ബൈ ഡി എക്സ് എന്ന് കിട്ടും. മൈനസ് എക്സ് ക്യൂബ് അല്ലേ, അതിനെ എക്സ് ഇൻറ്റു വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x² ഇൻറ്റു ഒരു y ഉണ്ടല്ലോ, x² ബൈ വൈ ഇൻറ്റു ഇ റൈസ് ടു y ബൈ എക്സ് എന്ന് എഴുതാം. ഇ റൈസ് ടു y ബൈ എക്സ് എന്ന് എഴുതാം. ഞാൻ എന്ത് കൊടുക്കുന്നത്? y ബൈ എക്സിന് അല്ലെങ്കിൽ y ഈക്വൽ ടു വി എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. y ഈക്വൽ ടു വി എക്സ് ആണെങ്കിൽ dy ബൈ ഡി എക്സ് എന്തായിട്ട് മാറും എന്ന് നമുക്കറിയാം. വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ആയിട്ട് മാറും എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് y ബൈ എക്സ് ആണ്. y ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി ആണ്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കിട്ടി? വി ഈസ് ഈക്വൽ ടു dy ബൈ ഡി എക്സ് ആണ്, അത് വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന് കിട്ടി. ഇനിയോ മൈനസ് എക്സ് ബൈ വൈ ബൈ എക്സ് വി ആണെങ്കിൽ എക്സ് ബൈ വൈ 1 ബൈ വി ആണ്. അപ്പോൾ x² ബൈ വൈ എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് ബൈ വൈ ആണ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ വി എന്ന് കിട്ടും. ഇൻറ്റു ഇ റൈസ് ടു വി എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഏതെങ്കിലും ഒരു സൈഡിലേക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ ഇത് രണ്ടും കട്ടായി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു സൈഡിൽ എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? എക്സ് ബൈ വി ഇൻറ്റു ഇ റൈസ് ടു വി എന്ന് കിട്ടും. വീണ്ടും എക്സ് കട്ടാകുമല്ലോ, എക്സ് കട്ടായി കഴിഞ്ഞല്ലോ. അങ്ങനെ എക്സ് കട്ടായി കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ വി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് വി ഇൻറ്റു ഡി വി ഈസ് ഈക്വൽ ടു ഡി എക്സ് എന്ന് കിട്ടും. എന്ത് കിട്ടും? വി ഇ റൈസ് ടു മൈനസ് വി ഇൻറ്റു ഡി വി ഈസ് ഈക്വൽ ടു ഡി എക്സ് എന്ന് കിട്ടും ഓൺ ഇൻറ്റഗ്രേറ്റിംഗ്.
ഇതിനെന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് വി ആണ്. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? മൈനസ് വി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് വി മൈനസ് ഇ റൈസ് ടു മൈനസ് വി എന്ന് കിട്ടും അല്ലേ? റൈറ്റ് സൈഡിൽ എന്താ കിട്ടുന്നത്? ഡി എക്സ് ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് പ്ലസ് സി എന്ന് കിട്ടും അല്ലേ? അപ്പൊ ഇതിനെ ഒന്നുകൂടി നമുക്ക് എഴുതാം. നമുക്ക് വി എന്താണെന്നറിയാം. അതിനെ ബേസ് ചെയ്തുകൊണ്ട് എഴുതാം. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? മൈനസ് വൈ ബൈ എക്സ് ആണ്. അപ്പൊ മൈനസ് വൈ ബൈ എക്സ് എഴുതിക്കൂടെ? മൈനസ് വൈ ബൈ എക്സ് ഇൻറ്റു പിന്നെ എന്താ വരുന്നത്? ഇ റൈസ് ടു മൈനസ് വി അല്ലേ? അപ്പൊ രണ്ടിലും ഇ റൈസ് ടു മൈനസ് വി ഉണ്ടല്ലോ. രണ്ടിലും ഇ റൈസ് ടു മൈനസ് വി ഉള്ളത് കൊണ്ട് നമുക്ക് അതിനെ കോമൺ ഔട്ട് ചെയ്യാം. കോമൺ ഔട്ട് ചെയ്യുമ്പോൾ മൈനസും ഉണ്ട്. കോമൺ ഔട്ട് ചെയ്താൽ മൈനസ്, ഒരു സെക്കൻഡ്, മൈനസ് ഇ റൈസ് ടു മൈനസ് വി. ആദ്യം ഒന്നും കൂടി മാറ്റി എഴുതിയതിനു ശേഷം ഇതിനെ അറേഞ്ച് ചെയ്യാം അല്ലേ? ഒരു സെക്കൻഡ്. അതായത് എന്തൊക്കെയുണ്ട്? ഇ റൈസ് ടു മൈനസ് വി അല്ലേ? ഇ റൈസ് ടു മൈനസ് വി ഇൻറ്റു മൈനസ് വി മൈനസ് 1 ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്താണ് കിട്ടുന്നത്? എക്സ് പ്ലസ് സി. അതായത് മൈനസ് വി മൈനസ് 1 ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു വി ഇൻറ്റു എക്സ് പ്ലസ് സി എന്ന് എഴുതാം. അതായത് ഇ റൈസ് ടു വി ഇൻറ്റു എക്സ് പ്ലസ് സി പ്ലസ് വി പ്ലസ് 1 ഈക്വൽ ടു ആരാണെന്ന് പറയാം? 0 ആണെന്ന് പറയും. ഇനി എങ്ങനെ എഴുതാ? ഇ റൈസ് ടു വി എന്ന് പറഞ്ഞാൽ വൈ ബൈ എക്സ് ആണ്. ഇൻറ്റു എക്സ് പ്ലസ് സി പ്ലസ് വൈ ബൈ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് പറയും. ഇനിയോ മക്കളെ തന്നിരിക്കുന്ന കണ്ടീഷൻ നോക്ക്. എന്താ തന്നിരിക്കുന്നത്? എഫ് ഓഫ് 1 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എക്സിന് 1 കൊടുക്കുക, വൈക്കും 1 കൊടുക്കുക. എക്സിനും വൈക്കും 1 കൊടുക്കുമ്പം എന്താ സംഭവിക്കുക? ഇ റൈസ് ടു വൈ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ഇ ആയിട്ട് മാറും. ഇനിയോ എക്സ് പ്ലസ് സി എന്ന് പറയുമ്പോൾ 1 പ്ലസ് സി ആയിട്ട് മാറും. ഇനിയോ പ്ലസ് എന്തുണ്ട്? വൈ ബൈ എക്സ് ഉണ്ട്. വൈ ബൈ എക്സ് എന്ന് പറയുമ്പം എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. പ്ലസ് എന്തുണ്ട്? 1 ഉണ്ട്. ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലേ? ഇതിൽ നിന്ന് സി അല്ലേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇ പ്ലസ് നോക്കണേ, ഇ പ്ലസ് സിഇ ഈസ് ഈക്വൽ ടു -2 എന്ന് കിട്ടി. അതായത് സിഇ ഈസ് ഈക്വൽ ടു -2 മൈനസ് ഇ എന്ന് കിട്ടും. എല്ലാത്തിനെയും ഇ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം സി ഈക്വൽ ടു -2 ബൈ ഇ -1 എന്ന് കിട്ടും. -2 ബൈ ഇ -1 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയതിനെ ബേസ് ചെയ്തുകൊണ്ട് എഴുതുമ്പോൾ സിയുടെ വാല്യൂ -2 ബൈ ഇ -1 എന്ന് കിട്ടിയല്ലോ. ആ വാല്യൂ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മാറ്റി എഴുതുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇ ഇൻറ്റു ഇ അല്ല, ഇ റൈസ് ടു വൈ ബൈ എക്സ് ഇൻറ്റു ഇ റൈസ് ടു വൈ ബൈ എക്സ് അല്ലേ, ഇൻറ്റു എക്സ് പ്ലസ് സി. എക്സ് പ്ലസ് സി ആണ്. സി എന്ന് പറഞ്ഞാൽ -2 ബൈ ഇ -1 ഈസ് ഈക്വൽ ടു അല്ല പ്ലസ് അല്ലേ, പ്ലസ് വൈ ബൈ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. പ്ലസ് വൈ ബൈ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. കഴിഞ്ഞില്ല, ഒരു കണ്ടീഷൻ കൂടി നമുക്ക് തന്നിട്ടുണ്ട്. എന്താ കണ്ടീഷൻ തന്നത്? എഫ് ഓഫ് എ ഈക്വൽ ടു 0. എഫ് ഓഫ് എ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എ ആൻഡ് വൈ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. എക്സിന് എയും വൈക്ക് 0യും കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ റൈസ് ടു വൈ ബൈ എക്സ് എന്ന് പറയുമ്പോൾ ഇ റൈസ് ടു 0 ആയിട്ട് മാറും. ഇ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. പിന്നെ എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എ ആയിട്ട് മാറി. എ മൈനസ് 2 ബൈ ഇ -1 അല്ലേ, -1 പ്ലസ് വൈ ബൈ എക്സ് ആണ്. അത് 0 ആയിട്ട് മാറും. പ്ലസ് 1 ഈക്വൽ ടു 0 ഇതല്ലേ കിട്ടാ. അതായത് മക്കളെ -1 പ്ലസ് 1 കട്ടായല്ലോ. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു 2 ബൈ ഇ എന്ന് കിട്ടും. ദാറ്റ് മീൻസ് എ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അപ്പൊ എയുടെ വാല്യൂ എത്രയാണെന്ന്? 2 എന്ന് കിട്ടി. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണെന്ന് പറയാ? ദ ഫൈനൽ ആൻസർ ഈസ് ഈക്വൽ ടു 2 ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നോക്കണം, ഇത്ര ചെയ്യാനുണ്ട്. ശ്രദ്ധിച്ച് ചെയ്യുക, തെറ്റിക്കാൻ പാടില്ല.